പ്രവാസി ഭദ്ര പദ്ധതി പ്രകാരം ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു. കുടുംബശ്രീയുടെയും നോർക്കയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ജോലി നഷ്ടപ്പെട്ട് വിദേശത്തു നിന്നും എത്തുന്നവരെ സഹായിക്കാൻ വേണ്ടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചെറുപുഴ പഞ്ചായത്തിലെ വിതരണോദ്ഘാടനം സ്ഥിരം സമിതി അധ്യക്ഷ ശാന്തി കലാധരൻ നിർവഹിച്ചു. ചടങ്ങിൽ CDS ചെയർപേഴ്സൺ സുനിതകുമാരി അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് ഇളയിടത്ത്, KD പ്രവീൺ, സജിനി മോഹനൻ എന്നിവർ സംസാരിച്ചു. ഇപ്പോൾ 5 പേര് അപേക്ഷ വെക്കുകയും 5 പേർക്ക് ലോൺ പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ സംരംഭം ആരംഭിച്ചിട്ടുണ്ട്. 5 പേരാണ് നമുക്കിപ്പോൾ പാസ്സായിട്ടുള്ളത്. 14-ാം വാർഡിൽ സുനിൽകുമാർ P, 15-ാം വാർഡിലെ രഘു PR, 7-ാം വാർഡിലെ ഉണ്ണികൃഷ്ണൻ കാന, 16-ാം വാർഡിലെ രാജേഷ് PR, 13-ാം വാർഡിലെ ദിനേശ്. അത്രയും ആൾക്കാണ് ഇപ്പം നമ്മൾ ചെക്ക് കൊടുക്കുന്നത്. അത് 2 ലക്ഷം രൂപയാണ് ഇവർക്ക് ഫണ്ട് പാസ്സാകുന്നത്. അതിൻ്റെ ആദ്യ ഗഡു എന്ന നിലയിൽ 1 ലക്ഷം രൂപയാണ് നമ്മൾ നൽകുക. 1 ലക്ഷം രൂപയിൽ കൊണ്ട് അവർ സംരംഭം എന്താണോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് അത് സംരംഭം ആരംഭിച്ച് അത് 45 ദിവസത്തിന് ശേഷം വീണ്ടും നമ്മൾ ജില്ലാ മിഷൻ പരിശോധിച്ച് 2ാം ഗഡുവിന് അപേക്ഷ വെക്കുകയും 2ാം ഗഡു 1 ലക്ഷം കൂടെ നൽകും. അങ്ങനെ 2 ലക്ഷം രൂപയാണ് പ്രവാസികൾക്ക് നമ്മൾ സഹായമായിട്ട് നൽകുക. അത് പലിശരഹിത വായ്പയാണ്. അപ്പോൾ ചെറുപുഴ പഞ്ചായത്തിന് ഇതിന് മുമ്പേ നമുക്ക് 7 സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 7 അപേക്ഷിച്ചൊരു 5 പാസ്സായി വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു ചെക്ക് വിതരണം ഉദ്ഘാടനമാണ് നമ്മൾ നടത്തുന്നത്. അവിടെ എത്തിച്ചേർന്ന എല്ലാവരും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ,